ഹലോ വിദ്യാർത്ഥികളെ, ടൂൾ ഗ്രൈൻഡിംഗ് ഉപയോഗിച്ച് ബട്ട്രസ് ത്രെഡുകൾ കട്ട് ചെയ്യുന്ന മെയിൽ ഫീമെയിൽ എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ ടോപ്പിക്കിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ബട്ട്രസ് ത്രെഡിംഗ് ടൂൾ സെറ്റ് ചെയ്യുക, എക്സ്റ്റേണലും ഇന്റേണലുമായ ബട്ട്രസ് ത്രെഡുകൾ കട്ട് ചെയ്യുക, മെയിൽ ഫീമെയിൽ ത്രെഡിംഗ് ഭാഗങ്ങൾ ഫിറ്റ് ചെയ്യുക. മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്: ലാർജ് ലാത്ത്, thread cutting tool, tapping tools, thread grinding machine, grinding wheels, calipers or micrometers, cutting fluids. Process. Task 1. മെയിൽ ഘടകത്തിന്റെ ബട്ട്രസ് ഉണ്ടാക്കുന്നു. 4 ജോയിൽ ജോബ് ഹോൾഡ് ചെയ്ത് ശരിയാക്കുക. സാധ്യമായ നീളത്തിന് ഡയാമീറ്റർ 4.8 മില്ലിമീറ്റർ ടേൺ ചെയ്യുക. ജോബിന്റെ മുൻവശത്ത് നിന്ന് 9.5 മില്ലിമീറ്റർ വരെ നീളത്തിൽ ഡയാമീറ്റർ 4.0 മില്ലിമീറ്റർ വീണ്ടും ടേൺ ചെയ്യുക. ഇരുപത്തഞ്ച് മില്ലിമീറ്റർ നീളത്തിൽ ഡയാമീറ്റർ 2.5 ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കുക. പാർട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് ഡയാമീറ്റർ 3.4 മില്ലിമീറ്റർ ഇൻറ്റു 5 മില്ലിമീറ്റർ സ്റ്റെപ്പ് ഉണ്ടാക്കുക. ബട്ട്രസ് ത്രെഡ് കട്ടിംഗ് എക്സ്റ്റേണൽ ഉപകരണം ഉപയോഗിക്കുക. ആവശ്യമുള്ള ത്രെഡ് 70 മില്ലിമീറ്റർ നീളത്തിൽ മുറിക്കുക. ത്രെഡ് അതിന്റെ അളവും കൃത്യതയും പരിശോധിക്കുക. ടാസ്ക് 2. ഫീമെയിൽ ഘടകം ബട്ട്രസ് ഉണ്ടാക്കുന്നു. ജോബ് ഹോൾഡ് ചെയ്യുക. അറ്റങ്ങൾ നീളത്തിലേക്ക് അഭിമുഖീകരിച്ച് ഡയാമീറ്റർ 4.8 mm തിരിക്കുക. അറ്റങ്ങൾ ചാംഫർ ചെയ്യുക. പതിനാല് മില്ലിമീറ്റർ തുളച്ച് 32.3 മില്ലിമീറ്റർ വരെ 65 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ നീളത്തിൽ ബോർ ചെയ്യുക. ഇന്റേണൽ ബട്ട്രസ് ത്രെഡ് കട്ടിംഗ് ടൂൾ ശരിയാക്കുക. ഗിയർ ട്രെയിൻ മാറ്റുന്നതിനു ശേഷം ആവശ്യമുള്ള ത്രെഡിലേക്ക് മുറിക്കുക. ത്രെഡിന്റെ കൃത്യത പരിശോധിക്കുക.
ടാസ്ക് 3 ബട്ട്രസ് ത്രെഡ് ടൂളിനുള്ള ഗ്രൈൻഡിംഗ് മെയിൽ. ഒരു റഫ് ഗ്രൈൻഡിംഗ് വീൽ ഉപയോഗിച്ച് വലതുവശത്തുള്ള അധിക മെറ്റീരിയൽ ആവശ്യമായ വീതിയിലും നീളത്തിലും നീക്കം ചെയ്യുക. ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ 6 ഡിഗ്രിയും അവസാനത്തെ കട്ടിംഗ് എഡ്ജ് ആംഗിൾ 6 ഡിഗ്രിയും ഗ്രൈൻഡ് ചെയ്യുക. ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് പരിശോധിച്ച് പ്ലസ് നെഗറ്റീവ് 10ന്റെ കൃത്യത നിലനിർത്തുക. RH സൈഡ് റിലീഫ് ആംഗിൾ 1 ഡിഗ്രിയും സൈഡ് ക്ലിയറൻസ് ആംഗിൾ 2 ഡിഗ്രിയും ഗ്രൈൻഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റിലീഫ് ആംഗിൾ 1 ഡിഗ്രിയും സൈഡ് ക്ലിയറൻസ് ആംഗിൾ 2 ഡിഗ്രിയും ഗ്രൈൻഡ് ചെയ്യുക. ആറ് ഡിഗ്രി മുകളിലെ റേ കോണിലേക്ക് ഗ്രൈൻഡ് ചെയ്യുക. 45 ഡിഗ്രി കോണിൽ ഫോം ചെയ്യുക. ടാസ്ക് 4 ബട്ട്രസ് ത്രെഡിനായി ഗ്രൈൻഡ് ചെയ്യൽ ഫീമെയിൽ. ആന്തരിക ബട്ട്രസ് ത്രെഡിംഗ് ടൂൾ ഗ്രൈൻഡ് ചെയ്യുന്നതിന് പെഡസ്റ്റൽ ഗ്രൈൻഡർ തയ്യാറാക്കുക. ഡിഗ്രി മുതൽ 45 ഡിഗ്രിന്റെ അടിഭാഗം ക്ലിയറൻസ് ആംഗിളും 10 ഡിഗ്രിന്റെ അവസാന കട്ടിംഗ് കോണും ഗ്രൈൻഡ് ചെയ്യുക. 8 ഡിഗ്രി സൈഡ് ക്ലിയറൻസ് ആംഗിളും 20 ഡിഗ്രി സൈഡ് കട്ടിംഗ് കോണും ഗ്രൈൻഡ് ചെയ്യുക. ഡിഗ്രി മുകളിലുള്ള ഒരു റേ കോണും 40ന്റെ ഒരു വശവും ഗ്രൈൻഡ് ചെയ്യുക. .3 മുതൽ 0.5 മില്ലിമീറ്റർ വരെ നോസ് റേഡിയസ് നിലനിർത്തുക. ഒരു ഓയിൽ സ്റ്റോൺ ഉപയോഗിച്ച് ഡീബർ ചെയ്ത് ടൂൾ ആംഗിൾ ഗേജ് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ടൂൾ പ്രൊഫൈൽ പരിശോധിക്കുക. Points to remember. ഉപകരണങ്ങൾ കത്തിക്കുന്നത് ഒഴിവാക്കുക. കട്ടിംഗ് എഡ്ജ് ദൃശ്യമാണെന്ന് ഉറപ്പാക്കുക. ഗ്രൈൻഡിംഗ് വീലിന്റെ മുഴുവൻ വീതിയും ഉപയോഗിക്കുക. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് ഗ്രൈൻഡ് ചെയ്യരുത്. ഈ വീഡിയോയിൽ ബട്ട്രസ് ത്രെഡിംഗ് ടൂൾ സെറ്റ് ചെയ്യുന്നതും എക്സ്റ്റേണലും ഇന്റേണലുമായ ബട്ട്രസ് ത്രെഡുകൾ കട്ട് ചെയ്യുന്നതും മെയിൽ ഫീമെയിൽ ത്രെഡിംഗ് ഭാഗങ്ങൾ ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള നമ്മൾ പഠിച്ചു. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോകളിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു അത്ഭുതകരമായ ആശയം കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കും.